കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശിവപഞ്ചാക്ഷര മന്ത്രത്തിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ശിവപഞ്ചാക്ഷര മന്ത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ഭഗവത് രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിച്ചാലേ ഇതിന്റെ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. ശിവപഞ്ചാക്ഷര സ്തോത്രത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നഖാരായ നമഃശിവായ എന്ന് വെച്ചാൽ നാഗത്തെ മാലയായി ധരിച്ചവനും 3 കണ്ണോട് കൂടിയവനും ശരീരം മുഴുവൻ ഭസ്മം ധരിച്ചവനും മഹേശ്വരനും നാശമില്ലാത്തവനും ശുദ്ധനും ദിക്കുകളെ അമ്പരമാക്കുന്നവനും നഖാര അഥവാ ഭൂമി രൂപിയുമായ ശിവനെ നമിക്കുന്നു. മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമദനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമഃശിവായ എന്നുവെച്ചാൽ ഒഴുകുന്ന ഗംഗാജലത്താലും ചന്ദനത്താലും അലങ്കരിക്കപ്പെട്ടവനും നന്ദികേശ്വരന്റെയും പ്രമദന്മാരുടെയും നാഥനും മഹേശ്വരനും മന്ദാരം തുടങ്ങിയ പുഷ്പങ്ങളാൽ പൂജിതനും മകാര അഥവാ ജലം രൂപിയുമായ ശിവനെ നമിക്കുന്നു. ശിവായ ഗൗരീവദനാബ്ജ ബൃന്ദ സൂര്യായ ദക്ഷാധ്വര നാശകായ ശ്രീനീലകണ്ഠായ വൃഷഭധ്വജായ തസ്മൈ ശിഖാരായ നമഃശിവായ എന്നുവെച്ചാൽ മംഗളസ്വരൂപനും പാർവതീദേവിയുടെ മുഖമാകുന്ന താമരയ്ക്ക് സൂര്യനായവനും ദക്ഷയാഗം മുടക്കിയവനും ഐശ്വര്യമായ നീലകണ്ഠത്തോടു കൂടിയവനും വൃഷഭത്തെ കൊടിയടയാളമാക്കിയവനും ശിഖാര അഥവാ അഗ്നിരൂപിയുമായ ശിവനെ നമിക്കുന്നു. വസിഷ്ഠ കുംഭോദ്ഭവ ഗൗതമാര്യ മുനീന്ദ്ര ദേവാർച്ചിത ശേഖരായ ചന്ദ്രാർക്ക വൈശ്വാനര ലോചനായ തസ്മൈ വകാരായ നമഃശിവായ എന്ന് വെച്ചാൽ വസിഷ്ഠൻ, അഗസ്ത്യൻ, ഗൗതമൻ എന്നീ മുനിമാരാലും ദേവന്മാരാലും പൂജിക്കപ്പെട്ടവനും ചന്ദ്രൻ, സൂര്യൻ, അഗ്നി എന്നിങ്ങനെ 3 കണ്ണുകളോട് കൂടിയവനും വകാര അഥവാ വായുരൂപിയുമായ ശിവനെ നമിക്കുന്നു. യക്ഷസ്വരൂപായ ജടാധരായ പിനാകഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകാരായ നമഃശിവായ എന്ന് വെച്ചാൽ യക്ഷസ്വരൂപത്തെ ധരിച്ചിരിക്കുന്ന ജടയോട് കൂടിയവനും പിനാകം കൈകളിലേന്തിയവനും സനാതനായവനും ദിവ്യനും ദേവനും ദിഗംബരനും യകാര അഥവാ ആകാശം രൂപിയുമായ ശിവനെ നമിക്കുന്നു.